എന്നോട് ഈ കുട്ടി കുറേ പ്രാവശ്യമായി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണ്. ഞാനിത് ഒരു പ്രാവശ്യം ചെയ്തിരുന്നു, പക്ഷെ അത് ഓയിലിംഗ് ആയിട്ടല്ല സെറം തേച്ചിട്ട് കെട്ടി വെക്കണതായിട്ടാ ചെയ്തത്. അപ്പൊ എന്നോട് പറഞ്ഞു പ്രോപ്പർ ഓയിലിംഗ് ആയിട്ട് കാണിക്കാൻ പറഞ്ഞു. ഒന്നാമത് തല ഇന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലേക്ക് ഉണങ്ങണത്. അപ്പൊ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കണ മുടിയിലേക്ക് വെളിച്ചെണ്ണ പുരട്ടാന്ന് പറഞ്ഞാൽ അതിലും ഇഷ്ടമല്ലാത്ത കാര്യം വേറെ ഇല്ല. പിന്നെ ഞാനങ്ങനെ മുടിയിൽ ഹീറ്റ് കൊടുത്ത് ഉണക്കാറില്ല. അല്ല, അങ്ങനെ അത്യാവശ്യ ഘട്ടമായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. മുടി ഡ്രയർ വെച്ച് ഉണക്കേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഡ്രയർ ഉപയോഗിക്കും. ഇയാൾ പറഞ്ഞ പോലെ മാക്സിമം ഞാൻ ഓയിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞ് തലയിൽ എണ്ണ തേക്കാനുള്ള മടിക്കാണ് ഇത്രയും ലേറ്റ് ആയത്. സംഭവം ഒരു കണ്ടന്റ് ഒക്കെയാണ്, എന്നാലും ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. പെർഫെക്റ്റ് ആയോന്നോ ഇയാൾ വിചാരിച്ച പോലെ ആയോന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആദ്യം എൻ്റെ അടുത്ത് പാരച്യൂട്ട് ഓയിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ അത് മേടിച്ചിട്ട് വേണമായിരുന്നു ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇത് മേടിച്ചൊക്കെ വന്നപ്പോഴേക്കും എക്സാം ആയി, അങ്ങനെ കുറച്ച് ബിസിയായി, അങ്ങനെ ഒരു മടിയും പിടിച്ച്. എല്ലാം ഒരു എക്സ്ക്യൂസാണ്, അതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് പറയാലോ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. നല്ല മുടി കൊഴിച്ചിലാണ്, നല്ല രീതിക്ക് താരൻ ഉണ്ടായിരുന്നു. ഈ നീട്ടം വയ്ക്കുമ്പോൾ മുടിയുടെ ഉള്ളു കുറയണ അവസ്ഥയായിരുന്നു. ഇപ്പം നാര് പോലെയായി. എന്നാലും ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ മുടി കൊഴിച്ചിലുണ്ടായത്. എന്തോരം ഓയിൽ വേണമെന്നറിയോ ഈ മുടീനൊന്ന് ഓയിലിൽ കുളിപ്പിച്ചെടുക്കാനായിട്ട്? കുറേ വേണം. ഞാൻ എന്തോ പ്രാവശ്യം എടുത്തത്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 ദിവസമേ തല കുളിക്കുള്ളൂ കേട്ടോ. പണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിയ മുടിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ മുടി ഷോർട്ടാക്കി വെട്ടിക്കളയായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ വെട്ടിക്കളഞ്ഞേ, നല്ല മുടിയായിരുന്നല്ലോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും നല്ല മെയിൻ്റനൻസ് ഉണ്ട്, നല്ലോണം എണ്ണ വേണം, ഷാമ്പു വേണം, കണ്ടീഷണർ വേണം, സെറം വേണം, ഇങ്ങനെയൊക്കെ കൊണ്ടടക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാണെന്ന് പറയും. അപ്പം കേൾക്കണവർ പറയും ശരിയാണ്, നല്ല മെയിൻ്റനൻസ് ആണ്, എല്ലാത്തിനും നല്ല രീതിക്ക് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. പോരാത്തതിന് ഇന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് തലവേദന എന്ന് പറഞ്ഞു. അടുത്തന്നെ എന്തായാലും പോയി മുടി വെട്ടണം. ഇത്രയും മുടി മെയിൻ്റനൻസ് പറ്റണില്ല, നോക്കാനുള്ള സമയമില്ല, നോക്കാനും ഇഷ്ടമില്ല. കണ്ട ഈ വീഡിയോ തന്നെ എൻ്റെ ഹെയർ ഓയിലിങ്ങിന് എന്തോരം ടൈം എടുക്കണേ, 10-20 മിനിറ്റ് എടുക്കണുണ്ട് കട്ട് ചെയ്തിട്ടിട്ട് തന്നെ. ഈ ഹെയർ കെയറിനെ പോലെ തന്നെയാണ് സ്കിൻ കെയറും, നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങൂല. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല കേട്ടോ. നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നിൽക്കാമല്ലോ. എന്നിട്ടും ഞാൻ മാക്സിമം ചെയ്യണുണ്ട്. കഴിഞ്ഞ ദിവസം ഡോക്ടറോട് പിഗ്മെൻറ്റേഷനൊക്കെ പോവാനും നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കുന്ന ഒരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആളെനിക്ക് ആക്നി UV എന്ന് പറഞ്ഞൊരു സൺസ്ക്രീനാണ് സജസ്റ്റ് ചെയ്ത് തന്നത്. അതിനാണെങ്കിൽ 800-850 രൂപ. നമ്മൾ ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും വിലയുടെ മേടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരമായി പോവൂലേ? മേടിക്കണം, അതൊക്കെ വിഷ് ലിസ്റ്റിൽ കെട്ടിയേക്കാണ്, എന്തെങ്കിലുമൊക്കെ മേടിക്കണം. സ്കിൻ കെയർ ചെയ്യെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാനായിട്ട് ഭയങ്കര ചിലവാണ്. അതുപോലെ തന്നെ ഹെയർ കെയറും നല്ല ചിലവാണ്. ആദ്യമൊന്നും ഹെയറിന് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങനെ വലിയ മുടിയാകും തോറും അതിന് കെയർ ചെയ്യേണ്ട രീതി കുറച്ചും കൂടി നല്ലോണം സമയം കൊടുക്കേണ്ടവരുന്നു. സമ്മതിക്കണം, വലിയ മുടിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കണില്ലേ. ഞാനും എല്ലാം കുറച്ചീശെ ചെയ്യണുണ്ട് കേട്ടോ, പക്ഷെ ഒന്നും പ്രോപ്പറല്ല. എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറയണ പോലെ. കണ്ടില്ലേ, നമ്മൾ എത്ര നല്ല ഷാമ്പു വാങ്ങിച്ചാലും താരൻ്റെ പ്രോബ്ലം വരുമ്പോൾ അതിന് പ്രത്യേക ഷാമ്പു തന്നെ മേടിക്കണം. അങ്ങനെ എന്നോട് ചോദിച്ച റിക്വസ്റ്റ് ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെ നല്ല രീതിക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണോ ഇയാൾ വിചാരിച്ചതെന്നോ ഇങ്ങനെയാണോ ഇയാൾ വേണമെന്ന് പറഞ്ഞതെന്നോ എനിക്കറിയില്ല. എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടിക്ക് ഉള്ളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. ടൈം മാത്രം ഉള്ളൊന്നും ഇല്ല. ഈ ഷാമ്പു ഒക്കെ ഇട്ട് പാർപ്പിച്ചടക്കണ ആരും കൊണ്ട് കുറച്ച് ഉള്ളുള്ളതൊക്കെ പോലെ തോന്നും, പക്ഷെ ഇതുപോലെ എണ്ണ വരട്ടിക്കഴിഞ്ഞാൽ വെറുതെ കോല് പോലൊക്കെ എടുക്കണ കാണാം. പക്ഷെ നീളം വെച്ചു. എനിക്ക് ഇത്രയും മുടി നീളം വെച്ചൊരു കാലം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത്രയും നീളം വെക്കണത്. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ അതോ ബോറായോ? എൻ്റെ ഈ വർത്താനം പറയലും ബോറാണോ?